എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് എന്റെ മുറിയിൽ വന്നു. മകനെ എന്ന് വിളിച്ചു. കഴുത്തിൽ നിന്ന് കയർ മാറ്റിച്ചു. ആയുസ്സിൽ ആദ്യം മനസ്സോടെ കണ്ടില്ല താഴെ ഒന്ന് മുട്ടുമടക്കി. യേശുവേ, ആരാണ് എന്നെ വിളിച്ചത്? എനിക്ക് വല്ലതും ഒന്ന് മനസ്സിലാക്കി തരണം. ആദ്യത്തെ പ്രാർത്ഥനയാണ്. കൃപയാൽ എന്റെ ആ എളിയ പ്രാർത്ഥന ദൈവം ശ്രവിച്ചു. അപ്പോഴാണ് ഓർമ്മ വന്നത്, കെട്ടിച്ചാടാൻ കെട്ടിയ കയറവിടെ കിടക്കുന്നേ ഉള്ളൂ. അതെല്ലാം അഴിച്ചു മാറ്റി 2 ദിവസം മൗനമായി വീട്ടിലിരുന്നു. ക്ലബിന് പോയില്ല, മറ്റൊന്നിനും പോയില്ല. അമ്മച്ചിക്കൊരു ചിന്തയുണ്ട്, ഇവൻ എന്ത് പറ്റി, ഒരു വ്യത്യാസം വന്നിരിക്കുന്നല്ലോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങാം. ആരോ പറഞ്ഞു കേട്ടു, പെന്തിക്കോസുകാരെന്ന് പറഞ്ഞ ഒരു കാരൻ. അവരാരാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവരൊരു വീട് വാടകയ്ക്കെടുത്ത് ഒരു ഇത് തുടങ്ങിയിരിക്കുന്നു. അവിടെ ഒരു ചെറിയ പ്രസംഗം മുറ്റത്ത് വെച്ച് നടക്കുക. ആരുമില്ല, ചുറ്റുപാടിൽ നിന്ന് ആരെങ്കിലും 2 or 3 പേര് അവിടെ വന്നിരിക്കത്തേ ഉള്ളൂ. ഞാന് ആ റോഡിൽ പോയി ദൂരെ മാറി ഒരു 100 അടി ദൂരത്ത് നിൽക്കുക. ഒരു യൗവനക്കാരൻ മുമ്പിൽ ഒരു 3-4 പേരെ ഇരിപ്പുള്ളൂ. വിരൽ ചൂണ്ടി പറയുകയാണ്, അല്ലയോ യുവാവേ. അയാൾക്ക് എന്റെ മുഖം കാണാനൊക്കെ ഇല്ല. ഒരു പെട്രോമാക്സിൽ പ്രസംഗിക്കുകയാണ്. ഞാനൊരു 100 അടി അപ്പുറത്ത് നിൽക്കുക. അല്ലയോ യുവാവേ, ജീവിതത്തിന്റെ നിരാശയാൽ നീ നിന്നെ തന്നെ നശിപ്പിക്കുവാൻ ഭാവിച്ച വേളയിൽ ഞാൻ നിന്റെ മുറിയിൽ വന്ന് നിന്റെ മകനെ എന്ന് വിളിച്ചില്ലേ? ഞാൻ അവിടെ നിന്ന് വരുന്നു. എന്റെ കയ്യിൽ നിന്ന് അറിയാ സിഗരറ്റ് താഴെ പോയി. പിന്നെ അവിടെ നിൽക്കാൻ വയ്യ. അകന്നു പോയപ്പോൾ വിളിച്ചു വിളിച്ചു പറയുന്നു, നിന്റെ പേർ പല സ്ഥാനങ്ങളിലുണ്ട്, യുവാക്കന്മാരുടെ മധ്യയുണ്ട്. ദേശത്ത് നിന്റെ പേര് അറിയാം, പക്ഷേ നിന്റെ പേർ ജീവപുസ്തകത്തിലുണ്ടോ? ഞാൻ വീട്ടിൽ പോയി മൗനമായി. അന്ന് വൈകിട്ട് 2 പെന്തിക്കോസുകാരി സ്ത്രീകൾ വീട്ടിൽ വന്നു. അവർ യേശുവിനെ കുറിച്ച് അമ്മയോട് പറഞ്ഞു. ഞങ്ങൾക്കിന്ന് പള്ളിപ്പാട് എന്ന സ്ഥലത്ത് ഒരു യോഗമുണ്ട്. അവർ പറയുന്ന വാക്ക്, അവരുടെ ശബ്ദം ഞാൻ നോക്കി നിന്നു. എന്റെ ഉള്ളിൽ ഒരു ധാരണയുണ്ടായി, ഇതൊരു പുതിയ മാർഗം, ഇതൊരു വിശേഷപ്പെട്ട വഴിയാണ്. രാത്രി 8 മണിയായപ്പോൾ അമ്മയോട് പോയിട്ട്, അമ്മേ, ഞാൻ ആ പെന്തിക്കോസുകാരുടെ യോഗത്തിൽ നിന്ന് പോട്ടെ. എന്റെ പൊന്നുമോനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, അമ്മേ, ദൈവം എന്നെ പിടിച്ചിരിക്കുകയാണ്. ആയുസിലാദ്യമായി അന്ന് രാത്രി പെന്തിക്കോസുകാരുടെ യോഗത്തിന് പോയിരുന്നു. രാത്രി 11:05 ആയപ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ചു ദൈവം. ഞാൻ ബലം പിടിച്ചിരുന്നു, കൈ അരിഞ്ഞു വീഴുന്നു. ഇറ്റ് വാസ് ദ സേവിംഗ് ഹാൻഡ് ഓഫ് ദ ലോർഡ്. ആ കർത്താവിന്റെ രക്ഷിക്കുന്ന കൈയായിരുന്നു. ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലും ഞാൻ യേശുവിന് വേണ്ടി എന്റെ ഹൃദയം സമർപ്പിച്ചു. ഞാൻ എഴുന്നേറ്റ് നിന്ന് ആഴമായി നെഞ്ചിൽ ശക്തിയോടെ അടി, അയ്യോ, ഞാൻ പാപിയാണ്, എനിക്കെന്റെ യേശുവിനെ വേണേ. ഇതാണ് എന്റെ സാക്ഷ്യം. അതോട് ചേർത്ത് എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആനന്ദം ഞാൻ എഴുതിയിട്ടുള്ള ഒരു പാട്ടിന്റെ 4 വരി കൂടെ ഞാൻ പാടാം. എന്താനന്ദം, എനിക്കെന്താനന്ദം, യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം, അത്